പാകിസ്ഥാന് വരാൻ പോകുന്ന നഷ്ടം 1 ലക്ഷം കോടി രൂപയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബിസിനസ് ഇടപാടുകളും CAIT റദ്ദാക്കി എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായിട്ടുള്ള കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് CAIT ആണ് മെയ് 1 മുതൽ പാകിസ്ഥാനുമായി ഒരു വ്യാപാര കരാറിലും ഏർപ്പെടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ കരാറുകളും റദ്ദാക്കപ്പെടും. ഭുവനേശ്വറിൽ നടന്ന കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ അഖിലേന്ത്യാ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് രാജ്യത്തുടനീളം ഏകദേശം 9 കോടി ട്രേഡർ അംഗങ്ങളുള്ള സംഘടനയാണ്. കമ്മിറ്റി ചെയർമാൻ BC ഭാരതീയ പറഞ്ഞത് ഭുവനേശ്വരിൽ നടന്ന യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തുവെന്നും പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നുമാണ്. CAT വഴി പാകിസ്ഥാൻ ബിസിനസ്സുകാർ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ആണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഈ 1 ലക്ഷം കോടി രൂപ സിന്ധു നദീജല കരാറിന്റെ കൂടെ ഒലിച്ചുപോയി എന്ന് പാകിസ്ഥാൻ വിചാരിച്ചാൽ മതി എന്നുള്ള സുപ്രധാനമായിട്ടുള്ള പ്രസ്താവനകളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ ഇനങ്ങൾ എന്താണ് പാകിസ്ഥാനിൽ നടക്കുന്ന വ്യാപാര റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ വ്യാപാരികൾ പാകിസ്ഥാനുമായി പഞ്ചസാര, സിമന്റ്, അയൺ അതായത് ഇരുമ്പ്, വാഹന ഭാഗങ്ങൾ, ഇലക്ട്രിക് വസ്തുക്കൾ എന്നിവയിൽ വ്യാപാരം നടത്തുന്നുണ്ടെങ്കിലും മെയ് 1 മുതൽ ഈ ബിസിനസ് ചെയ്യില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. വ്യാപാരികൾ ഉടൻ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ധനമന്ത്രിയുടെ ഓഫീസിനെയും വാണിജ്യ മന്ത്രാലയത്തിനെയും ഇക്കാര്യം അറിയിക്കും. ഒരു വശത്ത് സർക്കാർ ജലവിതരണം നിർത്തിവച്ചിരിക്കുകയാണ്, മറുവശത്ത് വ്യാപാരികൾ തങ്ങളെ രാജ്യത്തിന്റെ സൈനികരായി തന്നെ കണക്കാക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സൈനികരാണ്, ഞങ്ങൾക്കും ചിലത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വശത്ത് വ്യാപാരികൾ ഇപ്പോൾ അരയും തലയും മുറുക്കി പാകിസ്ഥാനെതിരെയുള്ള സകല വ്യാപാര നീക്കങ്ങളും നിർത്താനായി രംഗത്തെത്തിയിരിക്കുന്നത്. 1 ലക്ഷം കോടി അങ്ങനെ പാകിസ്ഥാന്റെ വെള്ളത്തിലാകും. അതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ അവർ തീരുമാനിച്ചു. ഈ തീരുമാനം പാകിസ്ഥാനെ സാമ്പത്തികമായി വളരെയധികം ദുർബലപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് പറയുന്നതിന് അനുസരിച്ച് ഇന്ത്യൻ വ്യാപാരികൾ പാകിസ്ഥാനിൽ നിന്ന് ഉണങ്ങിയ പഴങ്ങൾ മാത്രമാണ് ഇറക്കുന്നത്. എന്നാൽ ആ പ്രദേശത്ത് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ എല്ലാ കരാറും റദ്ദാക്കുമെന്നും അവരോട് പറയുന്നു. അതായത് ഞങ്ങൾക്ക് ആ പഴങ്ങളും വേണ്ട, ആ വ്യാപാരവും ഞങ്ങൾ റദ്ദാക്കാൻ പോവുകയാണ്. 2019 പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വഷളായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. തമ്മിലുള്ള വ്യാപാരം, അതായത് ഇതിന്റെ ഫലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം കുത്തനെ കുറഞ്ഞു. 2018 ഏകദേശം $3 ബില്യൺ വാർഷിക വ്യാപാരത്തിൽ നിന്ന് 2024 ആയപ്പോൾ $1.2 ബില്യൺ വ്യാപാരമായി അത് കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.